ഹലോ, അപ്പോൾ ക്രാഷായി പോയ മൂവിനെ എങ്ങനെയാണ് രണ്ടാമത് സെറ്റാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂവിനെ ക്രാഷായി പോയി, പിന്നെ അതിൽ നമുക്കൊന്നും കിട്ടാനില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് ഒഴിച്ച് കുറച്ച് നേരം കാത്തിരുന്നുണ്ടെങ്കിൽ ഉള്ളത് മുകളിൽ വന്നോളും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത കൾച്ചർ സെറ്റാക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത് സെറ്റാക്കുന്നതാണ് നമ്മുടെ പാത്രം എടുക്കുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് വാഷ് ചെയ്യുക. മൊത്തം അത് ക്ലീൻ ആക്കണം എന്നില്ല കേട്ടോ, ആ ഒരു വഴുവഴുപ്പ് എന്നുള്ള സംഭവം പോയി കിട്ടിയാൽ മതി. എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. സ്റ്റോർഡ് വാട്ടർ ആയാലും കുഴപ്പമില്ല, കെപ്പി ടാങ്കിൽ ക്ലീൻ ചെയ്ത വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ആ പാത്രത്തിൽ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കുക. ഞാൻ ഒരു മുക്കാഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ, ഞാൻ മുക്കാഭാഗം നിറയ്ക്കാറുള്ളൂ. അതെന്താ മുക്കാഭാഗം മാത്രം നിറയ്ക്കുന്നത് നമ്മൾ വീഡിയോ വരെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇടലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 ടീസ്പൂൺ ഈസ്റ്റ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 3 ടാങ്കിലേക്കുള്ള ഈസ്റ്റ് 2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ പ്രസ്റ്റീജിന്റെ ഈസ്റ്റ് എടുക്കുന്നത്, അതാണ് നല്ല റിസൾട്ട്. PPR ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഈസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണോ ഈസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കൾച്ചർ സെറ്റ് ചെയ്യാൻ എത്രത്തോളം മോയിന് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. എത്ര നേരം വീഡിയോ എല്ലാവർക്കും